Okay, today we are going to discuss the third point. Okay, ഇവിടെ ഇലക്ട്രോഡ്സ് ഡിപ്പ് ചെയ്ത് വെച്ചിട്ട് ഇലക്ട്രോഡ്സിലേക്ക് വേറെ ഏതെങ്കിലും മെറ്റൽസ് വന്ന് ചെയ്തിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. അതിൻ്റെ മേലെ ലെയറായിട്ട് വന്നിട്ട് നിൽക്കും. സോ ഈ ഒരു കെമിക്കൽ ഇഫക്റ്റിന് ഒരുപാട് യൂസസ് ഉണ്ട് നമുക്ക്. Okay, in the heating effects, electric bulb, okay, these things and all we have discussed, okay, by using heating effect. So after that it will red hot, okay, the filament bulb will glow. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന കെമിക്കൽ ഇഫക്റ്റാണ് ഈ ഡെപ്പോസിറ്റ്സ് ഓഫ് മെറ്റൽ എന്ന് പറയുന്നത്. ഒരു ഇലക്ട്രോഡിലോട്ട് ഡിപ്പോസിറ്റ് ചെയ്യുന്നു. ഡിപ്പോസിറ്റ്സ് ഓഫ് മെറ്റൽസ് മേ ബി സീൻ ഇൻ ഓൾ ഇലക്ട്രോഡ്സ്. ഓക്കെ, അതെങ്ങനെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആപ്ലിക്കേഷൻസ് ഓഫ് കെമിക്കൽ ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. എങ്ങനെയാണ് നമ്മൾ ഈ കെമിക്കൽ ഇഫക്റ്റ് അപ്ലൈ ചെയ്യുന്നത്? ഓക്കെ, നമ്മൾ ഡെയിലി ലൈഫിൽ എങ്ങനെ ഇത് അപ്ലോഡ് ചെയ്യുന്നു? ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഇസ് ഇലക്ട്രോപ്ലേറ്റിംഗ്. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇലക്ട്രോപ്ലേറ്റിങ്ങിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ്. ഓക്കെ, എസ്പെഷ്യലി ദ ലേഡീസ്. ഓക്കെ, വി ഓൾ ആർ ക്രേസി ഓൺ റോൾഡ് ഗോൾഡ്, ഇമിറ്റേഷൻ ജ്വല്ലറി. ഓക്കെ, സാധാരണ ഷോപ്പിൽ നിന്നൊക്കെ നമുക്ക് ചീപ്പായിട്ട് വാങ്ങിക്കാൻ കിട്ടും. ഓക്കെ, ദ ചെയിൻസ്, ദ ആംഗ്ലറ്റ്, ബട്ട് ഓൺലി ഇറ്റ് ഹാവ് എ ഗോൾഡ് കോട്ടിംഗ്. ഓക്കെ, ഇറ്റ് ഈസ് എ ചീപ്പ് മെറ്റലായിരിക്കും അതിൻ്റെ ഉള്ളിലുണ്ടാവുക. ഓക്കെ, അതേപോലെയുള്ള വളരെ ചീപ്പായിട്ടുള്ള മെറ്റലായിരിക്കും അതിൻ്റെ ഉള്ളിലുണ്ടാവുക. അതിൻ്റെ മേലെ ഒരു ഗോൾഡിൻ്റെ ഒരു കളർ കോട്ടിങ് കൊടുത്തിട്ടുണ്ടാവും. ഇത് റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? Okay, it started to fade. On repeated use of the gold coating wear off. So ഈ ഒരു ചീപ്പ് മെറ്റലിൻ്റെ മേലെ ഇതുപോലത്തെ ഗോൾഡ് കോട്ടിങ് വരിക. ഗോൾഡ് എന്ന് പറയുന്നത് വേറൊരു മെറ്റലാണ്. അതിൻ്റെ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു ചീപ്പ് മെറ്റലിൻ്റെ മേലെ ഗോൾഡ് ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയും, കോട്ടിംഗ്. ഇലക്ട്രോപ്ലേറ്റ് യൂസ് ചെയ്തിരിക്കുന്ന തേർഡ് ടൈപ്പ് ഓഫ് കെമിക്കൽ ഇഫക്റ്റിനെ യൂസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ ഈ റോഡ് ഗോൾഡിൻ്റെ ഓർണമെൻറ്റ്സ് പോലെ തന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും എക്സാമ്പിൾ ആലോചിച്ച് നോക്കിയാൽ, ഫോർ എക്സാമ്പിൾ ഒരു ബൈസിക്കിളിൻ്റെ ഹാൻഡിൽ ബാറിലൊക്കെ കൊടുത്തിരിക്കുന്ന ആ സിൽവർ പോലത്തെ കോട്ടിങ് ഉള്ളിൽ വേറെ ഏതെങ്കിലും ചീപ്പ് മെറ്റൽ ആയിരിക്കും. ബട്ട് ഓൺ ദ ടോപ്പ് യു ക്യാൻ സി എ ഷൈനി അപ്പിയറൻസ്. ഓക്കെ, സോ അതിൻ്റെ ഉള്ളിൽ അയൺ ആയിരിക്കാം. ചിലപ്പോൾ അയൺ ആകുമ്പോൾ നല്ല കട്ടി ഉണ്ടാവും. സോ ആ അയൺ നമ്മൾ എക്സ്പോസ് ചെയ്യാൻ എന്ത് സംഭവിക്കും? ഇറ്റ് ഗെറ്റ് കൊറോഡഡ്, അല്ലേ? തുരുമ്പ് പിടിക്കും. റസ്റ്റിംഗ് ഓഫ് അയൺ കോസസ്. സോ ആ റസ്റ്റിങ്ങിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഡയറക്റ്റ് ഒരു കോണ്ടാക്റ്റ് വരാത്ത രീതിയിൽ മെറ്റൽ കോട്ട് ചെയ്യും. അപ്പോൾ അതിന് എല്ലാം എന്താണ്? ഇലക്ട്രോപ്ലേറ്റിംഗ് തന്നെയാണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ, ഔട്ടർ ലെയറിന് കോട്ടിംഗ് കൊടുക്കുക, ദ കോട്ടിംഗ് ഓഫ് ദ ഔട്ടർ ലെയർ. ഓക്കെ, അപ്പോൾ ഫ്രീ ആയിട്ടോ എയറുമായിട്ടും വാട്ടറുമായിട്ടൊന്നും റിയാക്ട് ചെയ്ത് കൊറോഷൻ നടക്കില്ല. അതായത് റെസ്റ്റ് ചെയ്യാത്ത മെറ്റലായിരിക്കും ഡെപ്പോസിറ്റ് ചെയ്യുക. സോ മെറ്റലിൻ്റെ മേലെ കോട്ട് ചെയ്യുക, ഒരു ലെയർ ഓഫ് മെറ്റൽ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയാം. സോ വാട്ട് ഈസ് ഇലക്ട്രോപ്ലേറ്റിംഗ്? ദ പ്രോസസ് ഓഫ് ഡെപ്പോസിറ്റിംഗ് എനി ലെയർ ഓഫ് ഡിസൈഡ് മെറ്റൽ ഓൺ അനദർ മെറ്റൽ ബൈ മീൻസ് ഓഫ് ഇലക്ട്രിസിറ്റി ഈസ് കോൾഡ് ഇലക്ട്രോപ്ലേറ്റിംഗ്. ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം. നിങ്ങൾ ടെസ്റ്റിൽ പറയുന്ന എക്സാമ്പിൾ 2 ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഫസ്റ്റ് ഞാൻ കുറച്ച് സിമ്പിളായിട്ട് പറഞ്ഞു തരാം. ഇപ്പം നമ്മൾ അയൺ ബ്രിഡ്ജസ് ഒക്കെ ഉണ്ടല്ലോ, അതായത് പാലത്തിലൊക്കെ നമ്മൾ അയൺ ബ്രിഡ്ജസ് അയണാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കാലൊക്കെ നമ്മൾ അയണാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ സ്ട്രോങ് ആയിട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ബട്ട് അതിന് കൊറോഷൻ സംഭവിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യും? സിങ്കിൻ്റെ കോട്ടിംഗ് ആണ് പുറത്തേക്ക് കൊടുക്കുക. സോ സിങ്കിനെ എങ്ങനെ അയണിൻ്റെ മേലെ നമ്മൾ കോട്ട് ചെയ്യും? ഹൗ ടു ഡിപ്പോസിറ്റ് ഓർ ഹൗ ടു ടേക്ക് ഇലക്ട്രോപ്ലേറ്റിംഗ് ടേക്കിംഗ് പ്ലേസ്. ഇതേ സെയിം എക്സാമ്പിൾ നമുക്ക് യൂസസിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ആക്ടിവിറ്റി ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. യൂസസ് ഓഫ് ഇലക്ട്രോപ്ലേറ്റിംഗ് എവിടെയൊക്കെ യൂസ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ അടുത്ത പോയിൻ്റായിട്ട് നമ്മൾ പറയുന്നുണ്ട്. സോ ഇങ്ങനെയാണ് ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്യുന്നതെന്ന് നോക്കാം. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും, എക്സസൈസ് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, സോ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പൊക്കെ സെയിം ആണ് ഇലക്ട്രോപ്ലേറ്റിങ്ങിൻ്റെ. നമ്മൾ ബാറ്ററിയിൽ കണക്ട് ചെയ്തിട്ടുള്ള ഇലക്ട്രോഡ്സിനെ എടുത്തു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഏത് പോസിറ്റീവ് ഇലക്ട്രോഡായിട്ട് എടുക്കും, ഏത് നെഗറ്റീവ് ഇലക്ട്രോഡായിട്ട് എടുക്കും. ശരിക്കും ശ്രദ്ധിക്കണം. ഏത് മെറ്റലാണോ നമുക്ക് കോട്ടിംഗ് ചെയ്യേണ്ടത് അതെപ്പോഴും നെഗറ്റീവ് ഇലക്ട്രോഡായിട്ട് എടുക്കുക. സോ ഇവിടെ ഏതാണ് എടുക്കേണ്ടത്? അയണും സിങ്കും ആണ് നമ്മുടെ അടുത്തുള്ളത്. നമുക്ക് എന്താ വേണ്ടത്? അയണിൻ്റെ മേലെയാണ് സിങ്ക് കോട്ടിംഗ് ചെയ്യേണ്ടത്. അയണല്ലേ നമുക്ക് കൊറോഷൻ വരിക. സോ അയൺ എന്തായിട്ട് എടുക്കും? നെഗറ്റീവ് ഇലക്ട്രോഡായിട്ട് എടുക്കണം കേട്ടോ. പോസിറ്റീവ് ഇലക്ട്രോഡ് ആരാണ്? ഓഫ് കോഴ്സ് സിങ്ക്. സോ എഗെയിൻ പോസിറ്റീവ് ടെർമിനൽ ആരാണ്? സിങ്കാണ്. എന്തിനെയാണോ കോട്ട് ചെയ്യേണ്ടത് അതിനെ നമ്മൾ എവിടെ വെക്കും? നെഗറ്റീവ് ടെർമിനലിൽ വെക്കും. ദാറ്റ് ഈസ് അയൺ.
ഇനി നമ്മളെടുത്ത സൊല്യൂഷൻ, ഏത് സൊല്യൂഷൻ എടുക്കും? ഈ പോസിറ്റീവ് ടെർമിനലിൽ സിങ്ക് ഉണ്ടല്ലോ, ഇതേ സിങ്കിൻ്റെ ഒരു സൊല്യൂഷൻ ആയിരിക്കണം അവിടെ സൊല്യൂഷനായിട്ട് എടുക്കേണ്ടത്. ഏത് കോട്ടിംഗ് ആണോ ചെയ്യിക്കേണ്ടത് അതിൻ്റെ സൊല്യൂഷൻ എടുക്കണം. സിങ്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ അത് അടങ്ങിയിട്ടുള്ളൊരു സൊല്യൂഷൻ തന്നെ വേണം നമ്മൾ എടുക്കാൻ. സോ സിങ്കിൻ്റെ സോൾട്ട്, ഏതെങ്കിലും ഒരു സിങ്കിൻ്റെ സോൾട്ട്, ഇവിടെ നമുക്ക് സിങ്ക് സൾഫേറ്റ് നമുക്ക് വെറുതെ എടുക്കാം. സിങ്ക് സൾഫേറ്റ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ സൊല്യൂഷൻ. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ടു ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. സിങ്ക് സൾഫേറ്റിൻ്റെ സോൾട്ട് നമ്മൾ കുറച്ച് എടുത്തിട്ട് ഈ വാട്ടറിൽ ഡിസോൾവ് ചെയ്യിപ്പിക്കുന്നു. ഓക്കെ, ദ സൊല്യൂഷൻ ഓഫ് സിങ്ക് സൾഫേറ്റിനെയാണ് നമ്മൾ ഇലക്ട്രോലൈറ്റായിട്ട് യൂസ് ചെയ്യുന്നത്. ഇലക്ട്രോപ്ലേറ്റിങ്ങിന് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഏത് മെറ്റൽ തന്നിട്ട് ഏതിനെ ഏത് കോട്ട് ചെയ്യാം എന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, സോ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് സിങ്ക് സൾഫേറ്റ്. സിങ്ക് സൾഫേറ്റ് എന്ന് പറഞ്ഞൊരായിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. സിങ്ക് വേണമെന്നുള്ളതറിയാം, സിങ്ക് സൾഫേറ്റ് എന്ന് നിങ്ങൾക്ക് ഐഡിയ ഇല്ല. സോ സിങ്ക് സോൾട്ട് നിങ്ങൾ പറഞ്ഞാലും മതി. സിങ്ക് സൾഫേറ്റ് എന്ന് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട മെറ്റലിൻ്റെ ഒരു സോൾട്ട്, ഏത് സോൾട്ട് വേണമെങ്കിലും അതിനകത്ത് സിങ്ക് ഉണ്ടായിരിക്കണമെന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് അറിഞ്ഞില്ലെങ്കിൽ സിങ്ക് സോൾട്ട് എന്ന് പറയാം. ഓക്കെ, ഇറ്റ് ഈസ് എ മെറ്റൽ സോൾട്ട്. ഓക്കെ, സിങ്ക് നിങ്ങൾക്കറിയാം, അത് കോട്ട് ചെയ്യേണ്ട ആളാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അതിൻ്റെ സോൾട്ട് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, സിങ്ക് സോൾട്ട് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ, സിങ്ക് സാൾട്ട് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഇതിനപ്പുറത്തേക്കൊന്നും ചോദിക്കില്ല. ഓക്കെ, സിങ്ക് സൾഫേറ്റ് അല്ലെങ്കിൽ സിങ്ക് സോൾട്ട് എന്ന് പറയാം. ഇനിയിപ്പോൾ കോപ്പറാണ് എടുക്കുന്നതെങ്കിൽ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ, അതല്ലെങ്കിൽ കോപ്പർ സാൾട്ട് സൊല്യൂഷൻ, അങ്ങനെ പറഞ്ഞാലും മതി. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? സിങ്കാണ് എടുത്തിരിക്കുന്നത്. സോ അപ്പോൾ സിങ്കിൻ്റെ തന്നെ സൊല്യൂഷനാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. സിങ്ക് സോൾട്ട് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. ഓക്കെ, സോ വെൻ വി പാസ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇതുപോലുള്ള സൊല്യൂഷൻ പാസ് ചെയ്യുമ്പോൾ, സൊല്യൂഷനിലേക്ക് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് അണ്ടർഗോ ഡിസോസിയേറ്റ്. സിങ്ക് സൾഫേറ്റ് ഡിസോസിയേറ്റ് ഇൻ ടു സിങ്ക് ആൻഡ് സൾഫേറ്റ്. സിങ്ക് ആയിട്ടും സൾഫേറ്റ് ആയിട്ടും മാറും. സോ ആദ്യത്തെ ആൾക്ക് എന്തായിരിക്കും? പോസിറ്റീവ്ലി ചാർജ് ആയിരിക്കും. രണ്ടാമത്തെ പാർട്ടിന് നെഗറ്റീവ് പാർട്ടായിരിക്കും രണ്ടാമതിരിക്കുന്ന ആൾക്ക്. സോ ഈ സിങ്കും സൾഫേറ്റും എന്തായി? ഫ്രീ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള സിങ്ക്, നെഗറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള സൾഫേറ്റ്. ഈ പോസിറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള സിങ്ക് എങ്ങോട്ട് പോവും? എന്തായാലും അയണിൻ്റെ അടുത്തേക്ക് പോവും അല്ലേ? ആ ഭാഗത്താണ്, അതാണ് നെഗറ്റീവ് ഇലക്ട്രോഡായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. സോ പോസിറ്റീവ്ലി ചാർജ്ഡ് സിങ്ക് വിൽ മൂവ് ഓൺ ടു ദ നെഗറ്റീവ്ലി ചാർജ്ഡ് അയൺ ഇലക്ട്രോഡ്. ഈ പോസിറ്റീവ് നെഗറ്റീവ് അട്രാക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ സിങ്ക് അവിടെ കോട്ടിംഗായി ഡെപ്പോസിറ്റായി തുടങ്ങി. ഓക്കെ, ഇതെല്ലാം ഇനി ഈ സൊല്യൂഷനിൽ നിന്നാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൊല്യൂഷനിൽ നിന്ന് നമുക്ക് സിങ്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സിങ്ക് മൊത്തം അതിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സൊല്യൂഷനിൽ നിന്ന് നഷ്ടപ്പെട്ട ലൂസായിട്ടുള്ള സിങ്കിനെ ആര് കൊടുക്കും? ഈ പോസിറ്റീവ് ഇലക്ട്രോഡിൽ നമ്മൾ എടുത്തിട്ടുള്ള സിങ്ക് കൊടുക്കും. ഓക്കെ, ദാറ്റ് ഈസ് ഫ്രം ദ പോസിറ്റീവ് ഇലക്ട്രോഡ്. ഓക്കെ, ആൻ ഈക്വൽ എമൗണ്ട് ഓഫ് സിങ്ക് ഗെറ്റ് ഡിസോൾവ്ഡ് ഇൻ ദ സൊല്യൂഷൻ. എത്ര നഷ്ടപ്പെട്ടിട്ടുണ്ടോ അത്രയും കൊടുക്കും. അത്രയും സിങ്കിനെ തന്നെയാണ് ഈ ഇലക്ട്രോഡ് സൊല്യൂഷനിലോട്ട് കൊടുക്കുക. അതായത് സൊല്യൂഷനിൽ എത്ര നഷ്ടപ്പെട്ടിട്ടുണ്ടോ, എത്ര നെഗറ്റീവ് ഇലക്ട്രോഡിലോട്ട് പോയിട്ടുണ്ടോ അത്രയും ഈ പോസിറ്റീവ് ഇലക്ട്രോഡായിട്ടുള്ള സിങ്ക് കൊടുക്കും. സോ ദ സൊല്യൂഷൻ ഈസ് റീസ്റ്റോർഡ്. അങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് അങ്ങോട്ട് പോവും, അതേ എമൗണ്ടിലുള്ള ഇലക്ട്രോഡ്സിൽ നിന്ന് വീണ്ടും വാട്ടറിലേക്ക് കൊടുക്കും. ഓക്കെ, ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യും. ഓക്കെ, that process keeps on continuous. ഈ പ്രോസസ്സിനെ, ഇതിനെയാണ് നമ്മൾ ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്യുന്നത്. അപ്പം ക്വസ്റ്റ്യനിൽ ഇങ്ങനെ തന്നെ ചോദിക്കും, നിങ്ങൾ ഏതാണ് പോസിറ്റീവ് ഇലക്ട്രോഡ്, ഏതിനെ നമ്മൾ നെഗറ്റീവ് ഇലക്ട്രോഡ് എടുക്കും. രണ്ട് മെറ്റൽസ് തരും. ആക്ച്വലി ഏതാണ് കോട്ട് ചെയ്യേണ്ടത്, ഏതിന് പോസിറ്റീവ് നെഗറ്റീവ് എങ്ങനെയൊക്കെ ചോദിക്കും. ഓക്കെ, ദ ക്വസ്റ്റ്യൻസ് ക്യാൻ ബി ആസ്ക്ഡ്. അതുപോലെ സൊല്യൂഷൻ എന്താണ് എടുക്കേണ്ടത്, ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതുപോലെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഓക്കെ, മെറ്റൽ സോൾട്ട് ഡിസോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? സിങ്ക് സൾഫേറ്റ് ആണോ കോപ്പർ സൾഫേറ്റ് ആണോ, എന്താ യൂസ് ചെയ്യുന്നതൊക്കെ ചോദിക്കും. ഓക്കെ, എക്സാമ്പിളായിട്ട് സിങ്കും സൾഫേറ്റ് ഒക്കെ സെപ്പറേറ്റ് ആവും. കോപ്പർ എടുത്തിട്ടുള്ളതെങ്കിലോ കോപ്പറും സൾഫേറ്റും സെപ്പറേറ്റ് ആവും. ഓക്കെ, ദിസ് ഡിസോസിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സ്, ഓക്കെ, ആ ഡിസോസിയേറ്റ് ചെയ്യുന്ന പോസിറ്റീവ് ചാർജുള്ള ആളെപ്പോൾ നെഗറ്റീവ് ഇലക്ട്രോഡിലേക്ക് പോവും, അട്രാക്ട് ചെയ്ത് പോവും. ഓക്കെ, ഇറ്റ് ഗോൺസ് ടുവേർഡ്സ് ദ നെഗറ്റീവ് ഇലക്ട്രോഡ്. അപ്പോൾ എപ്പോഴും നെഗറ്റീവ് ഇലക്ട്രോഡിൽ അയൺ പോലെയുള്ള ഇതായിരിക്കും എടുക്കുക, അത് നെഗറ്റീവിൽ വയ്ക്കും. പോസിറ്റീവ് ഇലക്ട്രോഡിൽ ഏതാ വയ്ക്കുക? നമ്മളെ പ്രൊട്ടക്ഷനായിട്ട് അടിക്കുന്ന സാധനം, കോട്ടിങ് എന്താണോ ചെയ്യുന്നത് ആ സാധനം സൊല്യൂഷൻ ഒന്നായിരിക്കും. ഓക്കെ, അത് ശ്രദ്ധിക്കുക. ദിസ് ഈസ് വാട്ട് ഈസ് ഇലക്ട്രോപ്ലേറ്റിംഗ്.
ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഈ പോയിന്റ് ക്ലിയർ ആയല്ലോ. ഇത് മൂന്നാമത്തെ കെമിക്കൽ ഇഫക്റ്റായ ഡിപ്പോസിറ്റ്സ് ഓഫ് മെറ്റൽസ് മേ ബി സീൻ ഓൺ ഇലക്ട്രോഡ്സ് എന്നുള്ള പോയിന്റ് ഇവിടെ ക്ലിയർ ആയല്ലോ. ആ കെമിക്കൽ ഇഫക്റ്റിനെയാണ് നമ്മൾ ഇലക്ട്രോ പ്ലേറ്റിങ്ങിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, വാട്ട് ആർ ദ ആപ്ലിക്കേഷൻസ് ഓഫ് ദ കെമിക്കൽ ഇഫക്ട്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി വൈസ് ആപ്ലിക്കേഷനിൽ ഒന്നായിട്ടുള്ള ഇലക്ട്രോ പ്ലേറ്റിംഗ് നമ്മൾ പഠിക്കുകയാണ്. പ്യൂരിഫിക്കേഷൻ ഓഫ് മെറ്റൽസ് കൂടെ ഉണ്ട്, അത് നമുക്ക് എക്സാമ്പിളിലൂടെ പിന്നെ പഠിക്കാം. ഓക്കെ.